കുരിശ് ധരിക്കുന്നു, പൂണൂര് ധരിക്കുന്നു, ചന്ദനക്കുറി ഇടുന്നു. ഇതൊക്കെ ഓരോ മതത്തിൻ്റെ വിശ്വാസമാണ്. ഒരു കുട്ടിയോട് ചന്ദനക്കുറി പ്രദർശിപ്പിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്തൊരു കോലാഹലം ഉണ്ടാകും ഇവിടെ. ഒരു മുസ്ലിം സ്കൂളാണെന്നിരിക്കട്ടെ, ഒരു എയ്ഡഡ് മുസ്ലിം സ്കൂൾ അല്ലെങ്കിൽ ഒരു അൺഎയ്ഡഡ് മുസ്ലിം സ്കൂൾ, അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സംഘടനയാണ്. അവിടെ ഒരു അമുസ്ലിം കുട്ടി, ഒരു ബ്രാഹ്മണ കുട്ടി പൂണൂരിട്ട് വന്നു, അതല്ലെങ്കിൽ ഒരു അമുസ്ലിം കുട്ടി ചന്ദനക്കുറി ഇട്ട് വന്നു. ഇതിവിടെ പറ്റില്ലെന്ന് പറയാൻ എന്ത് നിയമമാണ് നമ്മുടെ കയ്യിലുള്ളത്? ഒരിക്കലും പറ്റില്ലല്ലോ. ഈ സ്കൂളിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് എല്ലാവരും ഒരേ വേഷത്തിലാകണമെന്ന് പറയാൻ പറ്റുമോ? സ്കൂളിൽ ഒരു ഡ്രസ് കോഡ് വെച്ചാൽ ആ കളറിലുള്ള ഡ്രസ് കോഡ് ഇന്ന രീതിയിൽ നിങ്ങൾ ധരിക്കണം എന്ന് പറയാമെന്നല്ലാതെ മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ തലയിൽ തട്ടമിടുക എന്ന കർമ്മം ചെയ്യരുത് എന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടെ നിസ്കരിക്കാൻ പാടില്ലെന്ന് പറയാൻ, ഒരുപക്ഷെ സ്കൂളിൻ്റെ ക്ലാസ് നിസ്കരിക്കരുത് എന്ന് നമുക്ക് പറയാം. ആ കുട്ടി തീരെ നിസ്കരിക്കരുതെന്ന് പറയാൻ പറ്റുമോ? ആ കുട്ടി സൗകര്യമുള്ള സ്ഥലത്ത് പോയി നിസ്കരിച്ചു, അവൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമല്ലേ. ദൈവപ്രാർത്ഥനയെ തടയാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുക. എത്രയോ മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ തട്ടമിടാത്ത മുസ്ലിം കുട്ടികൾ വരുന്നുണ്ട്. ആ കുട്ടികളോട് നമ്മൾ തട്ടമിടാൻ നിർബന്ധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അവർക്ക് തട്ടമിടേണ്ട ആവശ്യമില്ല. അവരെ നിർബന്ധിക്കാനും ഇസ്ലാമിൽ യാതൊരു വകുപ്പുമില്ല. അങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. എന്നാൽ മുസ്ലിം കുട്ടികൾ തട്ടം ഇടുന്നവരിടട്ടെ, ഇടാത്തവർ ഇടാതിരിക്കട്ടെ, യൂണിഫോമിൻ്റെ കളറായിരിക്കണം തട്ടം എന്ന് പറയാമെന്നല്ലാതെ തട്ടമിട്ട ഒരു സ്കൂൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആ തട്ടം ഇട്ടുകൊണ്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ് തട്ടമിട്ട് വരാൻ പാടില്ല. ഈ വിരോധാഭാസത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ ഭരണഘടനാദത്തമായ അവകാശത്തെ ഹനിക്കുന്നതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഒരിക്കലും ഇതൊരു വർഗീയ വിഷയമാക്കി കേരളത്തിൽ നിലനിൽക്കുന്ന സൗഹൃദം തകരാൻ ഇടയാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയും അഭ്യർത്ഥനയുമാണ് ഈ സന്ദർഭത്തിൽ പൊതുസമൂഹത്തോട് നൽകാനുള്ളത്.